എന്റെ ചെറിയ ലോകത്തെ വലിയ കാഴ്ചകൾ കാണാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് പാലക്കാട് കുഴൽമന്നം നെച്ചുള്ളിയിലുള്ള എന്റെ അമ്മന്റെ തറവാട്ട് ക്ഷേത്രത്തിലെ പ്രത്യേക കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. വിജയദശമി ദിവസത്തെ പഞ്ചാമൃതമാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. 12 കുടുംബങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഒരു കുലപ്പഴം, മറ്റനേകം ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, നട്ട്സ്, ശർക്കര, ഇളനീര് തുടങ്ങിയവ ഇടിച്ച് കുഴച്ചാണ് ഈ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പഞ്ചാമൃതം ഇടിക്കാനും കുഴയ്ക്കാനും നിൽക്കും. ഇത്രയും വർഷങ്ങളായി ഇത് തുടർന്ന് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവരുടെയും കോർഡിനേഷൻ കാരണം മാത്രമാണ്. എല്ലാവരുടെയും കഷ്ടപ്പാടിന് ശേഷം ഇത് പഞ്ചാമൃതത്തിന്റെ രൂപത്തിലാവുമ്പോൾ അത് ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പ്രസാദമായി കൈക്കുമ്പിളിൽ കിട്ടുമ്പോഴുള്ള സ്വാദ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രോസസ്സ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ചെയ്യുക, വിജയദശമിയുടെ അന്ന്. ഇനി ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഏകദേശം 300 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. പണ്ട് 2 വൃദ്ധന്മാര് ഈ നെച്ചുള്ളിക്കാരുടെ പടിവാതിലിൽ വന്നൊരു കാര്യം ചോദിച്ചു. ഞങ്ങൾ ദൂരെ നിൽക്കുന്നവരെയാണ് വിശ്രമിക്കാൻ ഒരിടം തരാമോ എന്ന്. വന്നത് ആരാണെന്നോ എന്താണെന്നോ ചിന്തിക്കാതെ നല്ലവരായ നെച്ചുള്ളിക്കാരെ കഴിക്കാൻ ഭക്ഷണവും മുറുക്കാൻ വെറ്റിലയും വിശ്രമിക്കാൻ പാർപ്പിടവും നൽകി അവർ സ്വീകരിച്ചു. ശേഷമാണ് നെച്ചുള്ളിക്കാരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. വന്നിരിക്കുന്നത് ചിറ്റൂര് ഗുരുസ്വാമി മഠത്തിലെ ഇവരാരാധിക്കുന്ന ദൈവം മറ്റൊരു രൂപത്തിലായിരുന്നുവെന്ന്. ദൈവം ഇവരോടൊരു കാര്യം പറഞ്ഞു. ഇനി മുതൽ നിങ്ങൾ എന്നെ ആരാധിക്കാൻ അങ്ങോട്ട് വർഷത്തിൽ ഒരു ദിവസം വന്നാൽ മതി. അത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ്. ബാക്കി എല്ലായ്പ്പോഴും നിങ്ങൾ തന്ന സ്നേഹത്തിന്റെ പ്രതീകമായി ഞാൻ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടെന്ന വാക്കും കൊടുത്തു. അങ്ങനെയാണ് ദൈവം വസിക്കുന്ന ഈ പുരയ്ക്ക് പേര് ദൈവപുര എന്നറിയപ്പെടുന്നത്.